സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രിമാർ റെഫോർട്ടിൽ നിന്ന് നൽകുന്ന സന്ദേശം രാജ്യത്തെ ജനതയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്നവയായിരിക്കണം. രാജ്യം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളും വരാനിരിക്കുന്ന കാലത്തിൽ രാജ്യ പുരോഗതിക്ക് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുമാണ് നരേന്ദ്രമോദി ഒഴികെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും തൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ മോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ഒരു കവലപ്രസംഗത്തെക്കാൾ തരംതാണ, ജുംലകൾ കുത്തിനിറച്ച, പ്രതിപക്ഷത്തെ അപമാനിക്കുന്ന, രാജ്യത്തെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു വെർബൽ ഡയറിയാണെന്ന് നിസ്സംശയം പറയാം. ഈ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ചില ജുംലകളെ നമുക്ക് അവലോകനം ചെയ്യാം. പശ്ചിമ ബംഗാളിൽ നടന്ന മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന അതിക്രൂരവും നിന്ദ്യവുമായ ബലാത്സംഗത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നടത്തുന്ന निंदनीयമായ ഈ വാക്കുകൾ കേട്ടോളൂ. एक समाज के नाते हमें गंभीरता से सोचना होगा कि हमारी माताओं, बहनों, बेटियों के प्रति जो अत्याचार हो रहे हैं उसके प्रति देश का आक्रोश है, जन सामान्य का आक्रोश है. इस आक्रोश को मैं महसूस कर रहा हूँ. इसको देश को, समाज को, हमारी राज्य सरकारों को गंभीरता से लेना होगा. महिलाओं के विरुद्ध अपराधों की जल्द से जल्द जांच हो, राक्षसी कृत्य करने वालों को जल्द से जल्द कड़ी सजा हो. സ്ത്രീ പീഡന കേസുകളിൽ അതിവേഗം അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ ശിക്ഷിക്കുകയും വേണം. അതിന് സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുക്കണം. ബഹുമാനപ്പെട്ട മോദി ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച കേസിൽ ആരോപണം നേരിടുന്ന ബ്രിഡ്ഫ്യൂഷനെതിരെ നടപടിയെടുക്കുന്ന കാര്യം എവിടം വരെയായി? അയാളുടെ മകന് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുക്കുക വഴി അയാളെ ശിക്ഷിക്കുന്നതിന് പകരം ആദരിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? ദിനം പ്രതി വളരെയേറെ പീഡന കേസുകളാണ് രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 6 മാസം പ്രായമുള്ള കൊച്ചു കുഞ്ഞിനെ മുതൽ 80 വയസ്സിനുമേൽ പ്രായമുള്ള വൃദ്ധകളെ വരെ പീഡിപ്പിക്കുന്നു. ഇത് ബംഗാളിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. ബീഹാറിൽ, യുപിയിൽ, ഗുജറാത്തിൽ, ഉത്തരാഖണ്ഡിൽ എന്നിങ്ങനെ എല്ലാ സ്ഥലത്തും നടക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡന കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് BJPയുടെ നേതാക്കന്മാരാണ് എന്നുള്ളതാണ് സത്യം. യുപിയിലെ ഭൂരിഭാഗം പീഡന കേസുകളിലെയും പ്രതികൾ BJPയുടെ MP-മാർ, MLA-മാർ, IT സെല്ലിന്റെ പ്രവർത്തകർ എന്നിങ്ങനെയുള്ളവരാണ്. സ്ത്രീ പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന ആസാറാം ബാപ്പുവിനും ഗുർമീത് റാം റഹീമിനും 2 ദിവസങ്ങൾക്ക് മുമ്പാണ് നിങ്ങളുടെ സർക്കാർ വീണ്ടും ജാമ്യം അനുവദിച്ചത്. ബംഗാളിലെ പീഡന കേസ് പുറത്തു വന്നതോടൊപ്പം തന്നെ പുറത്തു വന്നതാണ് ബീഹാറിലും ഉത്തരാഖണ്ഡിലും യുപിയിലും അരങ്ങേറിയ അതിക്രൂരമായ സ്ത്രീ പീഡനങ്ങളുടെ വാർത്തകൾ. ബിൽക്കീസ് ബാനു പീഡന കേസിലെ പ്രതികളെ നിയമം ലംഘിച്ച് സ്വതന്ത്രരാക്കി വിട്ടത് നിങ്ങളുടെ സർക്കാരല്ലേ? എന്നിട്ട് അവരെ സംസ്കാരികളായ ബ്രാഹ്മണന്മാർ എന്ന് പറഞ്ഞ് മാലയിട്ട് സ്വീകരിക്കുകയും കുറിതത്ത് സ്വീകരിക്കുകയും ചെയ്ത BJPയുടെ വൃത്തികെട്ട കളികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അങ്കിത ഭണ്ഡാരി, ഹത്രസ്, ഉന്നാവ്, തത്വ, ബിൽക്കീസ് ബാനു, കുൽദീപ് സെൻഗർ, യെദിയൂരപ്പ, അങ്ങനെ എത്രയെത്ര BJP നേതാക്കളുടെ പീഡനങ്ങളാണ് രാജ്യത്ത് നടന്നത്. മണിപ്പൂരിലെ മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന ക്രൂരകൃത്യങ്ങളിൽ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? 100 കണക്കിന് പേരെ ലൈംഗികമായി പീഡിപ്പിച്ച് വീഡിയോ ഉണ്ടാക്കിയ പ്രജ്വൽ രേവണയ്ക്ക് അറിഞ്ഞുകൊണ്ട് ലോക്സഭാ സീറ്റ് നൽകുകയും അവരുടെ പാർട്ടിയെ BJP മുന്നണിയിൽ എത്തിക്കുകയും ചെയ്തത് ആരാണ്? ഇവിടെ ഇതാ അഴിമതിക്കെതിരെ എന്നുള്ള രീതിയിൽ മോദിയുടെ വെർബൽ ഡയറിയാണ്. भ्रष्टाचार की दिमक से परेशान रहा है. हर स्तर के भ्रष्टाचार ने सामान्य मानवीय का व्यवस्थाओं के प्रति विश्वास तोड़ दिया. उसको अपनी योग्यता, क्षमता का प्रति अन्याय की जो गुस्सा होता है वो राष्ट्र की प्रगति में नुकसान करता है. और इसलिए ईमानदारी के साथ भ्रष्टाचार के खिलाफ मेरी लड़ाई जारी रहेगी, तीव्र गति से जारी रहेगी और भ्रष्टाचारियों पर कार्रवाई जरूर होगी. मैं भ्रष्टाचारियों के लिए भय का वातावरण पैदा करना चाहता हूँ. क्या कोई कल्पना कर सकता है कि मेरे ही देश में इतना महान संविधान हमारे पास होने के बावजूद कुछ ऐसे लोग निकल रहे हैं जो भ्रष्टाचार का महिमा मंडन कर रहे हैं, खुलेआम भ्रष्टाचार का जय जयकार कर रहे हैं. അഴിമതിയിൽ രാജ്യം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അഴിമതിക്കാരെ കഠിനമായി ശിക്ഷിക്കണമെന്ന് പറയുന്നതിനോടൊപ്പം പ്രതിപക്ഷത്തെ ഉന്നം വെച്ച് പറയുകയാണ് പ്രതിപക്ഷം അഴിമതിക്കാരെ മഹത്വവൽക്കരിക്കുകയാണ് എന്ന്. आज इसलिए हमने व्यापक रूप से भ्रष्टाचार के खिलाफ एक जंग छेड़ा. मैं जानता हूँ इसकी कीमत मुझे चुकानी पड़ती है, मेरी प्रतिष्ठा को चुकानी पड़ती है, लेकिन राष्ट्र से बड़ी मेरी प्रतिष्ठा नहीं हो सकती है. राष्ट्र के सपनों से बड़ा मेरा सपना नहीं हो सकता. അഴിമതിക്കാർ ഭയപ്പെടണം, ഇത് വേദനയുണ്ടാക്കുന്നതാണ്, എന്നാൽ ഞാൻ നിർത്തില്ല എന്ന്. ശരിക്കും ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും കൊടിയ അഴിമതികൾ നടന്നത് നിങ്ങളുടെ കാലത്തല്ലേ? ശതകോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടത്തിയെന്ന് നിങ്ങൾ ആരോപിച്ച എല്ലാവരെയും BJPയുടെ വാഷിംഗ് മെഷീനിൽ വെളുപ്പിച്ചെടുത്ത നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ യാതൊരു ലജ്ജയും ഇല്ലല്ലോ. ഏറ്റവും വലിയ അഴിമതിയാണല്ലോ അദാനി സെബി അഴിമതികൾ. അതിനെതിരെ എന്ത് അന്വേഷണമാണ് നടത്തിയത്? BJPയുടെ വാഷിംഗ് മെഷീനിൽ വെളുപ്പിച്ചെടുത്ത
ചില കൊടിയ അഴിമതിക്കാർ ഇവരൊക്കെയാണ്: ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ, സുവേന്ദു അധികാരി, നാരായൺ റാണെ, അജിത് പവാർ, ഛഗൻ ഭുജ്ബൽ, ശിവരാജ് ചൗഹാൻ, യെദ്യൂരപ്പ, അങ്ങനെ എത്രയെത്ര പേർ. ലോകം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ട് സ്കാം നടത്തിയത് നിങ്ങളല്ലേ? പിന്നീട് വീണ്ടും പ്രതിപക്ഷത്തെ ഉന്നം വെച്ച് കുടുംബവാഴ്ചയെക്കുറിച്ച് സംസാരിക്കുകയാണ്. परिवारवाद भारत के लोकतंत्र को बहुत नुकसान कर रहा है। देश को, लोक राजनीति को हमें परिवारवाद और जातिवाद से मुक्ति दिलानी होगी। एक मिशन ये भी है कि हम जल्द से जल्द देश में राजनीतिक जीवन में जनप्रतिनिधि के रूप में 1 लाख ऐसे नौजवानों को आगे लाना चाहते हैं जिनके परिवार में किसी का भी कोई राजनीतिक बैकग्राउंड ना हो, चाहे वो पंचायत में आए, चाहे नगर पालिका में आए, चाहे जिला परिषदों में आए, चाहे विधानसभा में आए, लोकसभा में आए. 1 ലക്ഷം കുടുംബ പശ്ചാത്തലമില്ലാത്തവരെ MLA-മാരും MP-മാരും ജനപ്രതിനിധികളും ആക്കുമെന്ന് പറയുന്നവർക്ക് നാണമില്ലെങ്കിൽ കേൾക്കുന്നവർക്കെങ്കിലും നാണം വേണമെന്ന് പറയുന്നത് പോലെ ഇതാ BJPയുടെ കുടുംബവാഴ്ചയുടെ ചെറിയൊരു ചിത്രം. ഈ കാണുന്ന എല്ലാവരും BJPയിലെ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ മോദിയെ സംബന്ധിച്ച് കോൺഗ്രസിലെയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലെയോ ഏതെങ്കിലും നേതാക്കൾ കുടുംബത്തിന്റെ പിൻബലത്തിൽ രാഷ്ട്രീയത്തിൽ എത്തുന്നത് മാത്രമാണ് കുടുംബവാഴ്ച. हम समृद्ध भारत बना सकते हैं, हम 2047 विकसित भारत का लक्ष्य प्राप्त कर सकते हैं. പിന്നെ മോദിയുടെ അടുത്ത ജുംല 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന്. മോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ പെർ ക്യാപിറ്റ GDP-യിൽ ഉണ്ടായ വളർച്ച 36% മാത്രമാണ്. വിവേകമുള്ള ഏവർക്കും മനസ്സിലാവും ഇക്കണക്കിന് പോയാൽ 2047 പോയിട്ട് 2147 പോലും ഇന്ത്യ വികസിത രാഷ്ട്രം ആവില്ല എന്ന്. വിവേകമുള്ള, കഴിവുള്ള, രാജ്യസ്നേഹമുള്ള ഭരണാധികാരികൾ വന്നാൽ അടുത്ത 50 വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ വികസിത രാജ്യം ആകാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. എന്നാൽ മോദിയുടെ മണ്ടന്മാരെ വിശ്വസിപ്പിക്കുന്നതിന് ഇത് മതിയാവുമെന്ന് മോദിക്ക് അറിയാം. പിന്നീട് മോദി പറയുകയാണ്, सुप्रीम कोर्ट ने बार बार यूनिफॉर्म सिविल कोड को लेकर चर्चा की है, अनेक बार आदेश दिए हैं. उस सपने को पूरा करना हम सबका दायित्व है. अब समय की मांग है कि देश में एक सेक्युलर सिविल कोड हो. सेक्युलर सिविल कोड की तरफ जाना होगा. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിന്റെ പേര് മോദി സെക്യുലർ സിവിൽ കോഡ് എന്നാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഇത് അംഗീകരിച്ചതാണ് എന്ന് മോദി പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുഖഭാവം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്കെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മോദി പറയുന്നത് കേൾക്കാൻ കാഴ്ചക്കാരായി അവിടെ ഇരിക്കുന്ന ആർക്കും ഒരു താല്പര്യവുമില്ല എന്ന്. ആരുടെയും മുഖത്ത് ഒരു ആവേശവും കാണുന്നില്ല. ആരും തന്നെ മോദി പറയുന്നത് ശ്രദ്ധിക്കുന്നതായി പോലും തോന്നുന്നില്ല. ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നത് എന്നാണ് അവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് എന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ കവലപ്രസംഗത്തെ നാണിപ്പിക്കുന്ന മോദിയുടെ സ്വാതന്ത്ര്യ ദിനത്തിലെ ഈ ജുംല പ്രസംഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?